അസ്സാം വലൈക്കും വറഹമത്തുള്ള. സലഫി വർക്ക്ഷോപ്പിലെ സുപ്രധാനമായ പല വിഷയങ്ങളും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. സലഫുസാലിഹീങ്ങൾ, ഇമാമുമാർ, സലഫി മൻഹജിനെ കുറിച്ചുള്ള വിവിധ ചർച്ചകൾ, അതിനോടനുബന്ധിച്ച പ്രതിഷേധ വിപ്ലവ സമരങ്ങളുള്ള അവരുടെ നിലപാടുകൾ, ഇതിനു മുമ്പുള്ള പല വിഷയങ്ങളും, അതായത് സലഫി വിഭാഗത്തിൻ്റെ പ്രധാന വിഷയങ്ങളൊക്കെയും സംസാരിച്ചതിന് ശേഷം നമ്മൾ ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയം സലഫി മൂവ്മെൻറ്റുകളിൽ ആധുനികമായി രൂപപ്പെട്ട ചില പ്രസ്ഥാനങ്ങളെയും വ്യക്തികളെയും കേന്ദ്രീകരിച്ചിട്ടുള്ള ചർച്ചകളാണ്. അതിലാദ്യം നമ്മൾ പ്രധാനമായും സംസാരിക്കേണ്ടത് അത് ഈജിപ്ഷ്യൻ സലഫിസം എന്ന പേരിൽ നമ്മൾ വിളിക്കുന്ന സലഫിയ തൻവീരിയ എന്ന വിഭാഗത്തെയാണ്. സലഫിയ തൻവീരിയ അല്ല, അറബിയിൽ അങ്ങനെയാണ് പറയുന്നതെങ്കിലും ഇംഗ്ലീഷിൽ അത് എൻലൈറ്റൻ സലഫിസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് ട്രഡീഷണൽ സലഫിസം എന്ന പേരിൽ അറിയപ്പെടുന്ന മുഖ്യധാര സലഫി അല്ലെങ്കിൽ പാരമ്പര്യവാദം എന്ന തരത്തിൽ അറിയപ്പെടുന്ന സലഫികളിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ വിഷയങ്ങളും വിവിധ ചർച്ചകളും ചിന്തകളും അതിൻ്റെ കൂടെ തന്നെ വളരെ റേഷണലായ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സലഫി മൻഹജിനെ വളരെ വിശാലമായ രീതിയിൽ അവതരിപ്പിച്ച പണ്ഡിതന്മാരുടെ ഒരു കൂട്ടത്തെയാണ് സലഫിയ തൻവീരിയ എന്ന് അറിയപ്പെടുന്നത്. ഇതിനൊരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. വിവിധ അറബ് നാടുകളിലും അറബ് ഇസ്ലാമിക നാടുകളിലുമെല്ലാം പാശ്ചാത്യ അധിനിവേശം ശക്തമാവുന്ന ഒരു ഘട്ടം, അതിനോടനുബന്ധിച്ച് കൊളോണിയലിസം ഒരുപാട് ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് നോർത്ത് ആഫ്രിക്കൻ, വെസ്റ്റ് ഏഷ്യൻ ഭാഗങ്ങളിലെല്ലാം കൊളോണിയലിസം പിടിമുറുക്കിയ ഘട്ടം. ആദ്യം ഫ്രഞ്ചുകാരും പിന്നീട് ബ്രിട്ടീഷുകാരും ചില ഭാഗങ്ങളിൽ, അത് നമുക്കറിയാവുന്ന പോലെ വെസ്റ്റ് ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ ചരിത്രത്തിലെല്ലാം ഏകദേശം ഒട്ടുമിക്ക പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം കൊളോണിയലാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ഒരു പശ്ചാത്തലം, അതിൻ്റെ കൂടെ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ദൗർബല്യത വെളിവാകുന്ന ഒരു ഘട്ടം, ഖിലാഫത്തിനെ തന്നെ ശക്തമായ അവർക്ക് ചുറ്റും വിവിധ സാമ്രാജ്യങ്ങൾ വലിഞ്ഞു മുറുക്കുന്ന ഒരു കാലഘട്ടം. ഇങ്ങനെ സാമ്രാജ്യത്വം, അധിനിവേശം, കൊളോണിയലിസം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വളരെ വളരെ ശക്തമായി മുസ്ലിം നാടുകളെ, പ്രത്യേകിച്ച് നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിലെല്ലാം പിടിമുറുക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സലഫിയ തൻവീരിയ എന്ന് പറയുന്ന ഒരു ചിന്തയുടെ ഒരു വളർച്ച ഉണ്ടാവുന്നത്. അതിലൂടെ ഒരു ആൻറ്റി കൊളോണിയൽ മൂവ്മെൻ്റ് എന്ന നിലയിൽ നമുക്കതിനെ വിളിക്കാം. അതിൻ്റെ കൂടെ തന്നെ ആധുനിക ചിന്ത എന്ന പേരിൽ ലോകത്ത് തന്നെ യൂറോപ്പിൽ നിന്ന് തുടങ്ങി മറ്റു പല ഭാഗങ്ങളിലേക്കും പടർന്നു പന്തലിച്ച് അതിൻ്റെ ഭാഗമായി മുസ്ലിം ലോകത്ത് തന്നെയും ഒരു എൻലൈറ്റൻമെൻറ്റ് എന്നെ കുറിച്ചിട്ടുള്ള, നവോത്ഥാനത്തെക്കുറിച്ചും റിനേസയെക്കുറിച്ചുമുള്ള വിവിധ ചിന്തകൾ മുസ്ലിം ലോകത്തും സജീവമാവുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അതിനോട് സംവദിക്കുന്ന, അതിനോട് തർക്കിക്കുകയോ അല്ലെങ്കിൽ അതിനോട് സംവദിക്കുകയോ അതിനോട് റീകൺസിൽ ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന മുസ്ലിം പണ്ഡിതന്മാരുടെ വരവ് ആ ഒരു ഘട്ടത്തിൽ തന്നെ നമുക്ക് കാണാം. 1800കളുടെ അവസാനത്തിലും 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമെല്ലാം മുസ്ലിം സമൂഹത്തിൽ ഈ തരത്തിലുള്ള പണ്ഡിതന്മാർ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഒരേ സമയം തന്നെ ഈ സലഫി മൻഹജിനെ ഫോളോ ചെയ്യുകയും, അതായത് ബിദ്അത്ത്, ഖുറാഫാത്ത് പോലുള്ള കാര്യങ്ങളിൽ അതേ കാഴ്ചപ്പാട് തന്നെ പിൻപറ്റുകയും, ഇബാദത്തുകളിൽ, റിച്വലുകളിൽ യാതൊരു പുതുമയും പാടില്ല എന്ന് എല്ലാവരും മുമ്പ് കാലത്തിലെ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ തന്നെ അത് തന്നെ ആവർത്തിക്കുകയും, എന്നാൽ കാലത്തിൻ്റെ ഒരു മാറ്റം പരിഗണിച്ചുകൊണ്ട് പുതിയ ചിന്തകളെ ഉൾക്കൊള്ളിക്കുവാനും സയൻസിൻ്റെ, പ്രത്യേകിച്ച് സയൻസിനെയൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സയൻറ്റിഫിക്കായ എക്സ്പെരിമെൻ്റലായ ഒരു കാഴ്ചപ്പാടിലൂടെ ഇസ്ലാമിനെയും മുസ്ലിം സമൂഹത്തെ കാണണമെന്നൊക്കെയും അവകാശപ്പെടുന്ന ഒരു പശ്ചാത്തലമൊക്കെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കാണാം. അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ ഒരു വരവ് അത് ഈ ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിൽ സജീവമായിരുന്നു. അതിൽ പ്രധാനികളായ 3 പേരുടെ ഒരു ചിന്തകളെയും അവരുടെ സംഭാവനകളെയും സംസാരിച്ചു കൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയം അവസാനിപ്പിക്കുന്നത്. നമുക്ക് ആദ്യമായി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ എഫക്റ്റ് ചെയ്ത, മുസ്ലിം സമൂഹത്തെ ഒരു വലിയ തോതിൽ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ, ആഗോള തലത്തിൽ തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു പ്രാതിനിധ്യം കൊണ്ടുവന്ന ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന് പറയുന്ന പണ്ഡിതനിൽ നിന്ന് തന്നെ തുടങ്ങാം.
ജമാലുദ്ദീൻ അഫ്ഗാനി 1838 ജനിച്ച് 1897 അദ്ദേഹം മരണമടയുന്നത്. ജമാലുദ്ദീൻ അഫ്ഗാനി, ഈ അഫ്ഗാനി എന്നുള്ള പേരിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. കാരണം അദ്ദേഹം അസദാബാദിലാണ് ജനിക്കുന്നത്. ഈ അസദാബാദ് അന്ന് പേർഷ്യയുടെ ഒരു ചുറ്റുപാടുള്ള ഭാഗങ്ങളും കൂടിയിട്ടാണ്. അതുകൊണ്ട് പേർഷ്യൻ ബാക്ക്ഗ്രൗണ്ടുള്ള ഇന്നത്തെ പണ്ഡിതന്മാർ ജമാലുദ്ദീൻ അഫ്ഗാനി എന്നതിനേക്കാൾ അപ്പുറം അസദാബാദി എന്നുള്ള പേര് കൊടുക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പേർഷ്യൻ ബാക്ക്ഗ്രൗണ്ടിനെ ഉയർത്തിക്കാട്ടുവാൻ വേണ്ടി ഒരു പ്രൗഡ് ഫീൽ ചെയ്തുകൊണ്ട് ആ പേര് കൊടുക്കുന്നത് കാണാം. എന്നാൽ അഫ്ഗാനി ഓറിയന്റേഷൻ ഉള്ള ആൾക്കാർ ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന് തന്നെ വിളിക്കുന്നത് കാണാം. കാരണം ജിയോഗ്രഫി അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇത് രണ്ടും എഫക്റ്റ് ആവുന്നത് കൊണ്ടാണ് ഈ തരത്തിൽ ഇങ്ങനെ ഒരു പദം ഉപയോഗിക്കുന്നത്. ഇതിലൂടെ മറ്റൊരു തരത്തിലുള്ള ആൾക്കാർ ഒരു വിഷയം കൂടെ ഇദ്ദേഹം ഷിയയായിരുന്നോ സുന്നി ആയിരുന്നോ എന്നൊക്കെ ചില ചർച്ചകൾ നമുക്ക് വേറെയും കാണാം. അതുകൊണ്ട് ആ ഒരു ഏറ്റെടുക്കലും കൂടി ഈ പേരിൽ നമുക്ക് വ്യക്തമാണ്. എന്നാൽ പോലും സയ്യിദ് ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം സുന്നി എന്ന നിലയിൽ തന്നെയാണ് വളരുവാൻ അദ്ദേഹം ആഗ്രഹിച്ചത്. അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ അധികവും അത് സുന്നി ലോകവുമായിട്ടായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അഫ്ഗാനിൽ അല്ലെങ്കിൽ അസദാബാദിലും പിന്നെ അഫ്ഗാന്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ ശക്തമായ ഇൻഫ്ലുവൻസ് ചെലുത്തുകയും നിരവധി ഭാഷകൾ പാണ്ഡിത്യമുണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ വിവിധ വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ ഏർപ്പെടാൻ കഴിയുകയും ഫിലോസഫിയും അതുപോലെ തന്നെ വിവിധ സയൻസിൻ്റെ വിവിധ മേഖലകളും വളരെ തൽപരനായി കൊണ്ട് തന്നെ വ്യാപൃതനാവുന്ന ഒരു പണ്ഡിതനെ നമുക്ക് കാണാം. പക്ഷേ അഫ്ഗാനിയുടെ ഒരു പാണ്ഡിത്യം എന്നതിനേക്കാളും അപ്പുറം അഫ്ഗാനി ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ, ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് എന്ന നിലയിലുള്ള ഒരു ഇമേജാണ് കൂടുതലായി അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെ യാത്രകൾ ഒരു പക്ഷേ ഇതിന് പ്രധാന കാരണമാവുന്നുണ്ട്. യൂറോപ്പ്, ഇന്ത്യയിൽ അദ്ദേഹം വരുന്നുണ്ട്. യൂറോപ്പിലെ വിവിധ നേതൃത്വങ്ങൾ അദ്ദേഹം കാണുന്നുണ്ട്. ഇന്ത്യയിലെ പല മുസ്ലിം നേതൃത്വത്തെ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. ഈജിപ്തിലെ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെയും ഫ്രാൻസിനെയും യാത്ര ചെയ്യുന്നുണ്ട്. അവസാനം ഉസ്മാനിയ ഖിലാഫത്തിലെ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം മരണമടയുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന് നീണ്ട യാത്രകൾ പലതും അദ്ദേഹത്തെ നാട് കടത്തുന്നതുമായി തന്നെ ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിൽ വരികയും ഇവിടുന്ന് നാട് കടത്തുന്നു, പിന്നെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നു, ഫ്രാൻസിൽ പോകുന്നു. അവിടെ വെച്ച് ഷേഖ് മുഹമ്മദ് അബ്ദുൽ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനും ശിഷ്യനുമായിരുന്ന ഷേഖ് മുഹമ്മദ് അബ്ദുവിനെ കൂടെ കൂട്ടിക്കൊണ്ട് അൽ ഉർവത്തുൽ വുസ്ക എന്ന് പറയുന്ന ഒരു ജേണൽ അദ്ദേഹം പാരീസിൽ തുടക്കമിടുന്നു. ആ ജേണലിലൂടെ അദ്ദേഹം ഒരു ആഗോള ഇസ്ലാമിക ഐക്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ വെസ്റ്റേൺ കൊളോണിയലിസത്തിനെതിരെ ശക്തമായ ഒരു പ്രതിരോധം തീർക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം പറയുന്നു. ഈ അൽ ഉർവത്തുൽ വുസ്കയിൽ തന്നെ ഒരേ സമയം ഇസ്ലാമികമായ ഒരു യൂണിറ്റി സംസാരിക്കുകയും അഖീദയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലും റാഷണലായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ചില ചിന്തകളുമൊക്കെയും ഈ ഒരു പബ്ലിക്കേഷനിൽ അദ്ദേഹം പറയുന്നത് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഇവിടെ ഷേഖ് മുഹമ്മദ് അബ്ദുമായി ബന്ധപ്പെടുന്ന അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ഈ ഉസ്മാനിയ ഖിലാഫത്തിലുള്ള ഒരു സ്വാധീനവും സാന്നിധ്യവും നമുക്ക് കാണാം. അദ്ദേഹത്തെ അവസാനം അങ്ങോട്ട് വിളിച്ചു വരുത്തുകയും അതിൻ്റെ ഭാഗമായി ഈ ഒരേ ചിന്തയുടെ വേവ്ലെന്തുണ്ടായിരുന്ന സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡും ജമാലുദ്ദീൻ അഫ്ഗാനിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. ഒരു പാൻ ഇസ്ലാമിക്കായ ആഗോള ഇസ്ലാമിക സമൂഹം തൻ്റെ കീഴിൽ വരണമെന്ന് ആഗ്രഹിച്ച അവസാനത്തെ ഉസ്മാനിയ ഖിലാഫത്തിലെ ഏറ്റവും അവസാനത്തെ ശക്തനായ ഭരണാധികാരിയാണ്. 1909 സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിനെ സ്ഥാനത്യാഗം ചെയ്യിപ്പിക്കുന്നതോടുകൂടി, അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് യുവ തുർക്കികൾ മാറ്റുന്നതോടുകൂടി പിന്നീട് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പാവകളായ ഉസ്മാനി സുൽത്താൻമാരാണ്. യഥാർത്ഥത്തിൽ അവസാനത്തെ ശക്തനായ ഉസ്മാനി ഖലീഫ എന്ന് പറയുന്നത് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡാണ്. അദ്ദേഹമാണ് ലോകത്തിൻ്റെ വിവിധ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മുസ്ലിം സമൂഹത്തെ തൻ്റെ കീഴിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചത്. അതിന് രണ്ടുപേർ അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഒന്ന് ജമാലുദ്ദീൻ അഫ്ഗാനിയാണ്, രണ്ടാമത്തത് നമ്മുടെ സ്വന്തം കേരളത്തിലെ മമ്പുറം ഫസൽ പൂക്കോയ തങ്ങളിനെയാണ്. ഫസൽ പാഷ എന്ന പേരിലാണ് അദ്ദേഹം അവിടെ ഉസ്മാനി ഡോക്യുമെന്റുകൾ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മക്ബറ ഇസ്താംബൂളിൽ തന്നെയാണ് ഉള്ളത്. അതായത് ഈ രണ്ട് പേരെ, ഫസൽ പാഷയും സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിൻ്റെ ഒരു പാൻ ഇസ്ലാമിക് താല്പര്യങ്ങളെ വീണ്ടും സഹായിക്കുന്നത് കാണാം. അങ്ങ് ദൂരപ്രദേശത്തുള്ള ഡീസെൻട്രലൈസ് ചെയ്യപ്പെട്ട അധികാര വികേന്ദ്രീകരണം നടത്തപ്പെട്ട പല അറേബ്യൻ പ്രദേശങ്ങളെയും വീണ്ടും ഉസ്മാനി സൽത്തനത്തിലേക്ക് കണക്ട് ചെയ്യുന്നതിൽ മമ്പ്രം തങ്ങളുടെ, ഫസൽ പൂക്കോയ തങ്ങളുടെ ഒരു പങ്കുണ്ട്.
ആ ഫസൽ പൂക്കോയ തങ്ങളുടെ തന്നെയും അതുപോലെ തന്നെ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിൻ്റെയും ചിന്തകളോട് ഒരുപാട് സാമീപ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് ജമാലുദ്ദീൻ അഫ്ഗാനിനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ തന്നെ സഹായിക്കാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് അവസാനം ചെന്നെത്തുന്നത് അവിടെയാണെന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഈ ഖിലാഫത്തിനെ സഹായിക്കുക, അതിൻ്റെ കൂടെ തന്നെ വെസ്റ്റേൺ അധിനിവേശത്തെയും ഇല്ലാതാക്കുക, ഈ അധിനിവേശം കാരണം മുസ്ലിം സമൂഹത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ഒരു മറുമരുന്ന് കണ്ടെത്തുക, അതിൻ്റെ കൂടെ തന്നെ മുസ്ലിം സമൂഹത്തിൽ വളരെ അനിവാര്യമായിരുന്ന റിഫോമിനെ കുറിച്ച് ആലോചിക്കുക. അത് സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയപരമായ നവോത്ഥാനങ്ങളാണ് അദ്ദേഹം കൂടുതൽ ചിന്തയിൽ വെച്ചിരുന്നത്. അങ്ങനെ വിവിധ തരത്തിലുള്ള ഒരു സോഷ്യലായ ഒരു റിഫോമറൊന്നും അതുപോലെ തന്നെ ഒരു തത്വചിന്തകനൊന്നും നമുക്ക് കാണാം. ഒരേ സമയം തന്നെ നമ്മൾ സ്കോളർ ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ ആയിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനിക്ക് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ചില കൺസെപ്റ്റുകളിലേക്ക് നമുക്ക് നോട്ട് ചെയ്യാം. ഒന്ന്, അദ്ദേഹം ഇസ്ലാമിക് യൂണിറ്റി, ആധുനിക ഇസ്ലാമിക ഒരു ഐക്യത്തെക്കുറിച്ച്, അൽ ജാമിഅ അൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഇസ്ലാമിക യൂണിറ്റിയെ കുറിച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പാൻ ഇസ്ലാമിക് കൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ വിശദീകരിച്ചിരുന്നു. മുസ്ലിം ലോകത്തെ വിവിധങ്ങളായി പരന്നു കിടക്കുന്ന എത്നിക്, നാഷണൽ, സെക്ടേറിയൻ ഡിവിഷനുകളെക്കാളും അപ്പുറം ഒരു രാഷ്ട്രീയപരമായ ഒരു ഐക്യം അത് രൂപപ്പെടുത്തണമെന്നും അത് ഖിലാഫത്തിലേക്ക് കണക്ട് ചെയ്യപ്പെടുമ്പോഴാണ് അത് ഉപകാരമുണ്ടാവുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ വെസ്റ്റേൺ ഡൊമിനേഷനെയും വെസ്റ്റേൺ കൊളോണിയലിസത്തിനെയും എതിർക്കുവാൻ ഈ തരത്തിലുള്ള ഒരു വളരെ ശക്തമായ, വളരെ യാഥാർത്ഥ്യബോധത്തോടുള്ള ഒരു പൊളിറ്റിക്കൽ അതോറിറ്റിയുടെ കീഴിലുള്ള ഖിലാഫത്തിനെ അതിന് സാധിക്കൂ എന്ന് അദ്ദേഹം അത് പറയുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ ഒരു ഉണർവും കൊളോണിയലിസത്തിനുള്ള എതിർപ്പും ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് രൂപപ്പെടുത്തിയത്. മുസ്ലിം സമൂഹം സ്വന്തമായ ഒരു സ്വയം തിരഞ്ഞെടുക്കാനുള്ള അവകാശം, സെൽഫ് ഡിറ്റർമിനേഷനും അവർക്ക് അവരുടെ ഒരു സ്വതന്ത്രവാദം, ഒരു ഇൻഡിപെൻഡൻസിനും വേണ്ടി ശക്തമായി പണിയെടുക്കണമെന്ന് അദ്ദേഹം യാത്ര ചെയ്ത എല്ലാ ഭാഗങ്ങളിലും പോയി പറയുന്നത് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ ഒരു സലഫി, ഒരു ചായ്വുള്ള സലഫി നിലപാടുള്ള ഒരു പണ്ഡിതൻ എന്ന ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹവും മറ്റുള്ള എല്ലാ സലഫി പണ്ഡിതന്മാരെ പോലെ തന്നെയും ഇസ്ലാഹിനെയും തജ്ദീദിനെയും, സാമൂഹിക പരിഷ്കരണത്തെയും നവോത്ഥാനത്തെയും കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അത് നേരത്തെ പോലെ സലഫു സാലിഹ്യങ്ങളുടെ അതേ മെത്തഡോളജി തന്നെ ആവണമെന്നും ഖുറാനിലും സുന്നത്തിലേക്ക് മടങ്ങിയാൽ മാത്രമേ ശരിയാവുള്ളൂ എന്നും അതുപോലെ തന്നെ തഖ്ലീദ് എന്ന് പറയുന്നതിനെ ഒഴിവാക്കണമെന്നും അതിൻ്റെ കൂടെ ഇജ്തിഹാദിനെയും റീസണിനെയും ലോജിക്കിനെയും വളരെ അനിവാര്യമായി തന്നെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ ഫെയ്ത്തിനെ, വിശ്വാസത്തെ ശരിയായി മനസ്സിലാക്കണമെങ്കിൽ, അതുപോലെ തന്നെ ആധുനികമായി മുസ്ലിം സമൂഹം നേരിടുന്ന പലതരത്തിലുള്ള വെല്ലുവിളികളെയും അതിനെ ഫേസ് ചെയ്യണമെങ്കിൽ, ഡീല് ചെയ്യണമെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ഇസ്ലാഹും തജ്ദീദും അനിവാര്യമാണ് എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഈ പോയിന്റുകളൊക്കെ നമുക്ക് തഫ്സീറുൽ മനാറിൽ മുഹമ്മദ് റഷീദുള്ള അദ്ദേഹത്തിൻ്റെ രചനകളിലും അതേപോലെ തന്നെ റഷീദുള്ളയുടെയൊക്കെ ചിന്ത പിൻപറ്റുന്ന പിൽക്കാല പണ്ഡിതന്മാരൊക്കെയും ഈ ഷെയ്ഖ് ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും ഒക്കെ ചിന്തകളെ ചേർത്ത് വയ്ക്കിയ ധാരാളം രചനകളുണ്ട്. നമുക്കത് റെഫർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് മുസ്ലിം ഷീ സുന്നി വിഭാഗങ്ങൾക്കിടയിലുള്ള വിഭാഗീയത കുറച്ചു കൊണ്ടുവരികയും ഒരു പൊതുവായ ഒരു വിഷയത്തിലേക്ക്, ഒരു കോമൺ ചലഞ്ചുകളെ നേരിടാൻ പറ്റുന്ന തരത്തിലേക്ക് മുസ്ലിം സമൂഹത്തിൽ ഒരു യൂണിറ്റി രൂപപ്പെടുത്തുക എന്നതും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളൊന്നായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അസദാബാദ്, ഇന്നത്തെ ഇറാനോട് ചേർന്ന് കിടക്കുന്ന അസദാബാദും അതുപോലെ തന്നെ അഫ്ഗാനിൽ അദ്ദേഹത്തിൻ്റെ ആ ജിയോഗ്രഫിക്കൽ ഗ്രോത്ത് പോലും, അദ്ദേഹം വളർന്നു വന്ന പ്രദേശത്തിൻ്റെ സാന്നിധ്യം പോലും ആ തരത്തിൽ അദ്ദേഹം ഈ ഒരു യൂണിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. അതേപോലെ മുസ്ലിം സമൂഹത്തിൽ നേരിട്ട പലതരത്തിലുള്ള തളർച്ചയും വരൾച്ചയെയും അത് നിന്ന് പോക്കലിനെയും ശക്തമായി വിമർശിക്കുകയും മുസ്ലിം സമൂഹം വളർച്ചയ്ക്ക് കൂടുതൽ റാഷണലായി ചിന്തിക്കണം, അത് ആധുനിക വിഷയങ്ങളോട് ആ തരത്തിലുള്ള സമീപനം വേണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ, സയൻസ്, ഈ രണ്ട് കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ചിന്തയിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അതായത് നമുക്കറിയാം ആധുനിക മോഡേണിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത സയൻസിൻ്റെ ഒരു വളർച്ചയാണ്. അത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടാവുന്നു, യൂറോപ്യൻ നവോത്ഥാനം ഉണ്ടാവുന്നു, ഏജ് ഓഫ് ഡിസ്കവറി ഒക്കെ ഉണ്ടാവുന്നു, അതോടുകൂടി ആധുനികതയായ ഒരു വളർച്ച ഉണ്ടാവുന്നു. അത് മുസ്ലിം സമൂഹത്തിൽ നിന്ന് വിട്ടുപോകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ അതിലേക്കുള്ള ഒരു മടക്കം
അനിവാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതായത് വെസ്റ്റേൺ നോളജിൻ്റെ വളരെ ബെനഫിഷ്യലായ രീതികൾ, അവരുടെ നിലപാടുകൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പവും വേണ്ട എന്നും, സയൻസും എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ വളർച്ചയിലെ അനിവാര്യ ഘടകങ്ങളാണെന്നും അത് ഇസ്ലാമിൻ്റെ ഫ്രെയിംവർക്കിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ അതിനെ മനസ്സിലാക്കണമെന്ന് അദ്ദേഹം പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ മനസ്സിലാക്കുന്ന ഒരു വിഷയം, സയൻസിനെയും എഡ്യൂക്കേഷനെയും കുറിച്ച് പറയുമ്പോൾ കണ്ണടച്ചുകൊണ്ട് അതേപടി വെസ്റ്റേൺ എഡ്യൂക്കേഷനെയും രീതികളെയും വിഴുങ്ങുന്നതിനെ കുറിച്ചല്ല അദ്ദേഹം പറയുന്നത്. ഇസ്ലാമികമായൊരു ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് തന്നെ സയൻസിനെയും അവരുടെ വൈജ്ഞാനിക വിദ്യാഭ്യാസ വളർച്ചയെയും ഉൾക്കൊള്ളണം എന്ന രീതിയിലെ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. കാരണം മുസ്ലിം സമൂഹത്തിൻ്റെ ഈ തളർച്ചയുടെ പ്രധാന കാരണം വിജ്ഞാനത്തോടുള്ള അവരുടെ അവഗണനയും അറിവില്ലായ്മയുമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള വിവരം, റാഷണാലിറ്റി, ബുദ്ധി, യുക്തിയുടെ ഉപയോഗം നമ്മുടെ ആത്മീയപരമായതും നമ്മുടെ ഭൗതികപരമായ ഉള്ള വളർച്ചയ്ക്ക് പ്രധാനമായും സഹായിക്കുമെന്ന് അദ്ദേഹം എടുത്തു പറയുന്നത് കാണാം. ഇതിൻ്റെ കൂടെ തന്നെ ജമാലുദ്ദീൻ അഫ്ഗാനിനെ ഈ സലഫി പണ്ഡിതന്മാർ തന്നെ വിമർശിക്കുന്ന ചില മേഖലകളുണ്ട്. സലഫികളും സലഫികളല്ലാത്ത ആൾക്കാരും ജമാലുദ്ദീൻ അഫ്ഗാനെ വിമർശിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ ഫ്രീ മേസണറി വിഭാഗവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളാണ്. അതായത് മസോണിക് ഗ്രൂപ്പുകൾ പലപ്പോഴും യഹൂദരാൽ രൂപപ്പെട്ട അല്ലെങ്കിൽ വെസ്റ്റേൺ ഭാഗങ്ങളിൽ പല ഒരുപക്ഷെ വളരെ നിഗൂഢമായി തന്നെ ലോകമറിയപ്പെടുന്ന വിഭാഗങ്ങളാണ്. അതിൻ്റെ ചില രൂപീകരണങ്ങൾ ഉണ്ടാവുകയും ഇദ്ദേഹം അതിൻ്റെ ഒരാളായി മാറുകയും ചെയ്യുന്ന ചില ഘട്ടങ്ങളുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിലാണ് പൊതുവെ ഇതുണ്ടായിരുന്നത്. അതിന് അറബ് മുസ്ലിം നാടുകളിലടക്കം, ഏഷ്യയിലെ സൗത്ത് ഏഷ്യയിലടക്കം പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ക്ലബ്ബുകൾ രൂപപ്പെട്ടിരുന്നു. അപ്പോൾ ആ ക്ലബ്ബുകളുടെ ഒരു പ്രത്യേകത, ഏത് ഭാഗത്താണോ ക്ലബ്ബ് രൂപപ്പെടുന്നത് ആ ഭാഗത്തെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക വിഷയങ്ങളായിരിക്കും ഈ പറയുന്ന ഗ്രൂപ്പുകളുടെ പ്രധാന ചർച്ചകൾ. അതുകൊണ്ട് തന്നെ ഒരു ഫ്രീഡം, ഈക്വാലിറ്റി, ബ്രദർഹുഡ് എന്നൊക്കെ പറയുന്ന യൂറോപ്പിൽ മുഴങ്ങിക്കേട്ട ഈ വിപ്ലവ പദപ്രയോഗങ്ങളെല്ലാം ഇദ്ദേഹം വല്ലാണ്ട് ആകർഷണനാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിൽ അദ്ദേഹം ഈജിപ്തിൽ തന്നെ വരികയും അവിടുത്തെ ഒരു പ്രധാന ഗ്രൂപ്പിൻ്റെ നേതാവാവുകയും കൗക്കബ് ഷർക്ക് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലേക്കൊക്കെയും അദ്ദേഹം എത്തിച്ചേരുന്നത് കാണാം. ഇതിന് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതിന് ചേർന്നതെന്ന് വിശദീകരിക്കുന്ന രചനകളുണ്ട്. തഫ്സീറുൽ മനാറിൽ അതിനെക്കുറിച്ചുള്ളൊരു നിരീക്ഷണമുണ്ട്. അതായത് അദ്ദേഹം ചേരാനുള്ള പ്രധാനപ്പെട്ട കാരണം മുസ്ലിം സമൂഹത്തിൻ്റെ ഈ കൊളോണിയലിസവും അതുപോലെ തന്നെ ആന്തരികമായ തരത്തിലുള്ള തളർച്ചയും കാരണം അതിനോട് മറുപടി എന്ന നിലയിൽ മുസ്ലിം സമൂഹത്തിലുള്ള റിഫോം വേണമെന്നൊരു ആഗ്രഹത്തിൻ്റെ ഭാഗത്തിലാണ് അദ്ദേഹം ഇത് ചേർന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ളൊരു ലോഡ്ജുകളൊക്കെയും ഈ തരത്തിലുള്ള റിഫോമിസ്റ്റ് ഐഡിയകൾ സ്പ്രെഡ് ചെയ്യുന്ന നെറ്റ്വർക്കുകളായിരുന്നു എന്നാണ് കരുതപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ചേരുകയും റഷീദുള്ള പ്രത്യേകം എടുത്ത് പറയുന്നതാണ് തഫ്സീറുൽ മനാറിൽ. അദ്ദേഹം അതിൽ മെമ്പർഷിപ്പ് എടുക്കുക, അവരോട് ബന്ധം സ്ഥാപിക്കുക, അതിൽ ഇസ്ലാമിക സ്റ്റേറ്റിനെയും ഇസ്ലാമിൻ്റെ പഴയകാല പ്രതാപത്തിലേക്ക് മടക്കി കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ചില ചർച്ചകൾ നടത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുക. ആ ഒരു തരത്തിലാണ് അദ്ദേഹം ഈ പറയുന്ന ലോഡ്ജുകളെ, ക്ലബ്ബുകളെ അദ്ദേഹം കണ്ടിരുന്നത്. ഒരുപക്ഷെ ആ ചർച്ചകളായിരുന്നു ആദ്യകാലങ്ങളിൽ അവിടെ നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൽ ആകൃഷ്ടനാവുന്ന സ്വാഭാവികമായ ഒരു വസ്തുത കൂടിയിട്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ ക്ലബ്ബുകൾ ചേർന്നതിൻ്റെ മറ്റൊരു ലക്ഷ്യം, അന്ന് ആ ഭാഗത്തുണ്ടായിരുന്ന ഒട്ടുമിക്ക പ്രമുഖരായ പണ്ഡിതന്മാർ, ബുദ്ധിജീവികൾ, എഴുത്തുകാർ, ധനികർ എല്ലാം ഈ തരത്തിലുള്ള ക്ലബ്ബുകളിൽ ജോയിൻ ചെയ്തിരുന്നു. അവരോടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുക എന്നതൊക്കെയും അദ്ദേഹത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ സംവിധാനങ്ങളെ അദ്ദേഹത്തിൻ്റെ ഈ ആൻറ്റി കൊളോണിയൽ പ്രവർത്തനത്തിനും പൊളിറ്റിക്കലായ ഒരു നവോത്ഥാന ശ്രമങ്ങൾക്കൊക്കെ വേണ്ടിയും ഉപയോഗിച്ചത് പോലും നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹം ഇതിനോട് തന്നെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ബന്ധമുള്ള കാലഘട്ടത്തിൽ ഒരുപാട് പേരെ ചെയ്യിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നതായി റഷീദുള്ള പരാമർശിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം പിന്നീട് അദ്ദേഹം ഇവരുടെ ബന്ധം വരികയും വെറും ചർച്ചകൾ മാത്രമായി ബാക്കിയാവുകയും ഇവരുടെ ഈ ബന്ധങ്ങൾ കൂടുതൽ സെക്കുലറും അതുപോലെ തന്നെ മതവിരുദ്ധമായ ചിന്തകളും സജീവമാവുകയൊക്കെ ചെയ്യുന്നത് ഇദ്ദേഹത്തിന് അത് അനുഭവപ്പെട്ടതോടുകൂടി അദ്ദേഹം അതിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കുകയും അദ്ദേഹത്തിൻ്റെ അർറദ്ദു അല ദഹരീൻ എന്ന് പറയുന്ന മെറ്റീരിയലിസ്റ്റിക്കെതിരെയുള്ള ഒരു റെഫ്യൂട്ടേഷൻ ഉണ്ട്. ആ രചനയിൽ ഇവർക്കെതിരെ ശക്തമായി സംസാരിക്കുകയും ചെയ്യുന്നതായിട്ട് അദ്ദക്തൂർ അബ്ദുൽ വഹാബ് മുസീരി അദ്ദേഹത്തിൻ്റെ മൗസൂഹാത്തുൽ യഹൂദ് വൽ യഹൂദിയ വ സുഹീനിയ എന്ന് പറയുന്ന രചനയിൽ വിശദീകരിക്കുന്നത് കാണാം.
ഒരുപക്ഷെ റദ്ദു അല ദഹരീൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ കിതാബ്, ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ കിതാബിൽ ഈ തരത്തിലുള്ള വിമർശനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്തു തന്നെയാണെങ്കിലും അദ്ദേഹം ഒരു ഈ ഒരു ബന്ധത്തിൽ, ഈ മെസോണറി ഇത്തരത്തിലുള്ള ക്ലബ്ബുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം ഒരു ഐഡിയോളജിക്കൽ ബന്ധത്തെക്കാളും അപ്പുറം വളരെ സ്ട്രാറ്റജിക്കായി അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ മോട്ടിവേഷൻ്റെ ഭാഗമായി രൂപപ്പെടുത്തിയ ബന്ധങ്ങളായിരുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ ആൾ, അത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദു എന്നാണ്. ജമാലുദ്ദീൻ അഫ്ഗാനിൽ നിന്ന് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിനെ വ്യത്യസ്തനാക്കുന്നത് ഇസ്ലാമിക വൈജ്ഞാനിക മേഖലകളിലുള്ള തഹഖീഖുള്ള വളരെ ആഴത്തിലുള്ള ഒരു പണ്ഡിതൻ എന്ന നിലയിലാണ്. ആദ്യത്തെ ഒരാൾ ഒരു ഇന്റലക്ച്വൽ ആയിട്ടും ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടും അറിയപ്പെടുന്ന ആളാണെങ്കിൽ, ഈ പറയുന്ന സലഫിയ തൻവീരിയിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ആൾ ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, അദ്ദേഹം ഒരു സ്കോളർ എന്ന നിലയിൽ തന്നെ നമ്മൾ പരിചയപ്പെടേണ്ട ആളാണ്. 1849 ജനിക്കുകയും 1905 മരണപ്പെടുകയും ചെയ്യുന്ന ഇദ്ദേഹം ഈജിപ്തിലെ തന്നെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സംരംഭങ്ങളിൽ ഒരുപാട് മാറ്റം വരുത്തുവാൻ ആഗ്രഹിച്ച, അതുപോലെ തന്നെ എത്രത്തോളം എന്നാൽ ഈജിപ്തിലെ തന്നെ ഗ്രാൻഡ് മുഫ്തിയായി തന്നെ അധികാരമേൽക്കുന്ന ഒരു ചരിത്രം പോലും ഇദ്ദേഹത്തിനുണ്ട്. ജമാലുദ്ദീൻ അഫ്ഗാനിയുമായിട്ടുള്ള ബന്ധങ്ങളും, ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം വിവിധ തരത്തിലുള്ള പുതിയ വിജ്ഞാനങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അത് ഫിലോസഫി ആവട്ടെ, ലോജിക് ആവട്ടെ, സാമൂഹ്യ നവോത്ഥാനങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയും അടുത്തറിയുകയും പരിചയപ്പെടുകയും പഠിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെയും ലഭിക്കുന്നത് ജമാലുദ്ദീൻ അഫ്ഗാനിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈജിപ്ഷ്യൻ അതുപോലെ തന്നെ ഫ്രാൻസിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളാണ്. മുഹമ്മദ് അബ്ദുവും ജമാലുദ്ദീൻ അഫ്ഗാനിൻ്റെ പാത തന്നെ പിന്തുടർന്നുകൊണ്ട് ആധുനിക ഇസ്ലാമിൻ്റെ നവോത്ഥാന ശ്രമങ്ങളെ അദ്ദേഹം പരിശ്രമിക്കുന്നത് കാണാം. അതുപോലെ തന്നെ സലഫു സാലിഹ്യങ്ങളുടെ ഖുറാനിലേക്കും സുന്നത്തിൻ്റെ തന്നെ പ്രാമാണികതയെ അതേപടി സലഫു സാലിഹ്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അതേപടി പിൻപറ്റണമെന്ന് അദ്ദേഹം പറയുന്നു. അതിൻ്റെ കൂടെ തന്നെ അടഞ്ഞുപോയ ഇജ്തിഹാദിൻ്റെ വാതിലുകൾ തുറന്നു ഉപയോഗിക്കണമെന്നും അതിന് കൂടുതലായിട്ട് റാഷണാലിറ്റി വളരെ അനിവാര്യമാണെന്നും അദ്ദേഹം പറയുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് തഖ്ലീദുകളെ അദ്ദേഹം ശക്തമായി എതിർക്കുന്നത്. ആ തഖ്ലീദ് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? ആധുനിക പശ്ചാത്തലത്തിൽ ഒരു മുസ്ലിം ജീവിതത്തിന് ആവശ്യമായ തരത്തിലുള്ള വായനകൾ, ഒരു ആഖ്യാനങ്ങൾ നൽകുന്നതിൽ തഖ്ലീദിന് കഴിയില്ല എന്നതും, അതുകൊണ്ട് തന്നെ ഇജ്തിഹാദ് അവിടെ അനിവാര്യമാണ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നല്ലോ, അദ്ദേഹം പാരീസിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക യൂണിറ്റിയെ കുറിച്ചിട്ടും വെസ്റ്റേൺ അധിനിവേശത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിനെ കുറിച്ചും അഖീദയുടെയും അതുപോലെ തന്നെ വൈജ്ഞാനിക മേഖലയിലുള്ള വളർച്ചയെക്കുറിച്ചൊക്കെയും അദ്ദേഹം ഈ ഒരു അൽ ഉർവത്തുൽ വുസ്ഖയിൽ ധാരാളം എഴുതുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ഈജിപ്തിലെത്തുന്നു. അൽ അസർ യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിലേക്ക് അദ്ദേഹം വളരുന്നു. അവിടെ തന്നെ കരിക്കുലവുമായി ബന്ധപ്പെട്ട ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹം ശ്രമിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചർ അടക്കം ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നതായും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നമുക്ക് കാണാം. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം അവിടെ ഈജിപ്തിൻ്റെ ഗ്രാൻഡ് മുഫ്തിയായി മാറുന്നതും അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ അവസാനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ അതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന സാമ്പ്രദായിക പണ്ഡിതന്മാരുമായിട്ട് വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖുറാൻ പഠനങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് കാണാം. ധാരാളം തഫ്സീറുകൾ വായിക്കുകയും ഏതെങ്കിലും ഒരു കിതാബിൻ്റെ അടിസ്ഥാനത്തിൽ വായിച്ചു പോന്നിരുന്ന അസറി പാരമ്പര്യത്തിന് വിരുദ്ധമായി ഒരു ക്ലാസ്സിൽ നിരവധി തഫ്സീറുകളുടെ അവലംബത്തോടു കൂടി വിവിധ വ്യാഖ്യാനങ്ങളും ആഖ്യാനങ്ങളും വിശദീകരണങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പുതുചിന്ത സമർപ്പിക്കാൻ മുഹമ്മദ് അബ്ദുവിന് കഴിഞ്ഞു എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ കാണുവാൻ പറ്റും. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കാഴ്ചപ്പാട് പോലും, അതായത് മുഹമ്മദ് അബ്ദുവിൻ്റെ ചിന്തകൾ അത് വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ഇസ്ലാമിക് യൂണിറ്റിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു. അതുപോലെ തന്നെ ഈ റാഷണൽ തിങ്കിങ്ങിൻ്റെ, ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ ഒരു വളരെ റെലവൻസിനെ കുറിച്ച് അദ്ദേഹം കൂടുതൽ സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ ട്രഡീഷണൽ സലഫികൾ ഇക്കാര്യത്താൽ അദ്ദേഹത്തിനോട് അഭിപ്രായ വ്യത്യാസം കാണിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെയും മുഅ്തസിലികളുടെ ഒരു രീതി പിൻപറ്റുന്ന ആളായിട്ടൊക്കെയാണ് ചില ട്രഡീഷണൽ സലഫി പണ്ഡിതന്മാർ മുഹമ്മദ് അബ്ദുവിനെ ഈ കാര്യത്തിൽ കണ്ടിരുന്നത്. അദ്ദേഹം പ്രധാനപ്പെട്ട കാരണം ഇവരുടെ ട്രഡീഷണൽ രീതികളെ, പാരമ്പര്യ രീതികളെ ശക്തമായി തന്നെ വിമർശിക്കുന്ന ഒരാൾ എന്നതും കൂടിയിട്ടായിരുന്നു. നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ അൽ അസർ യൂണിവേഴ്സിറ്റിയെയും അവിടുത്തെ വിവിധ വിദ്യാഭ്യാസ സംരംഭങ്ങളെയും അദ്ദേഹത്തിൻ്റെ റിഫോമിൻ്റെ
ഒരു പ്രധാന ഇൻസ്ട്രുമെൻ്റലായിട്ട് പോലും അദ്ദേഹം ഉപയോഗിക്കുന്നതായി നമുക്ക് കാണുവാൻ പറ്റും. മുഹമ്മദ് അബ്ദു, റഷീദിള്ള അല്ലെങ്കിൽ ജമാലുദ്ദീൻ അഫ്ഗാനി, ഈ ത്രീ മെൻ ആർമി, ഈ പറയുന്ന മൂന്ന് പേർ അവരുടെ രീതികൾ തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു. അവർ എത്രത്തോളം എന്നാൽ ട്രഡീഷണൽ സലഫികളിൽ നിന്ന് വ്യത്യസ്തമായി സൂഫികളെ കുറച്ചും കൂടി ഒരു ഇൻക്ലൂസീവായ നിലപാട് സ്വീകരിച്ചവരായിരുന്നു. പ്രത്യേകിച്ച് ഷെയ്ഖ് മുഹമ്മദ് അബ്ദു. അദ്ദേഹം ഇബിൻ അറബിനെ പോലുള്ള ഫിലോസഫിക്കൽ സൂഫിസത്തിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ഇബിൻ അറബി. ഇബിൻ അറബിയെ പോലുള്ള അവരുടെ ചിന്തകളെ, അവരുടെ ഫിലോസഫിയെ കൂടുതൽ ഉൾക്കൊള്ളാനും അതിൻ്റെ ഒരു സാധ്യതകളെ, ഇസ്ലാമിൻ്റെ തത്വചിന്തയിൽ അതിൻ്റെ ഒരു സാധ്യതകളെ അന്വേഷിക്കുവാൻ ശ്രമിച്ച ഒരാളെന്ന നിലയിൽ നമുക്ക് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിനെ കാണാം. സാധാരണ ഇബിൻ അറബീനെ പോലുള്ള ഈ ഫിലോസഫി സംസാരിക്കുന്ന സൂഫി പണ്ഡിതന്മാരെ അപ്പുറത്ത് നിർത്തുന്ന ഒരു സ്വഭാവമാണ് ട്രഡീഷണൽ സലഫി ആൾക്കാർ സ്വീകരിച്ചിരുന്നത്. അതിന് വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ സിവിലൈസേഷണൽ ഡിസ്കഷൻസ്, ഫിലോസഫിക്കൽ ഡെവലപ്മെൻറ്റ്, ഇവ കാര്യങ്ങളൊക്കെയും ഈ സലഫി ഡിസ്കോഴ്സിലേക്ക് കൊണ്ടുവരുന്നതിൽ ഒരുപക്ഷെ മുഹമ്മദ് ജമാലുദ്ദീൻ അഫ്ഗാനിനേക്കാളും ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിന് വളരെ സ്വാധീനമുണ്ട് എന്നത് നമുക്ക് കാണാം. ഡോക്ടർ സയ്യിദ് ബിൻ ഹസൻ അൽ അഫ്ഗാനി അദ്ദേഹത്തിൻ്റെ അൽ ആലാമുൽ അഖ്സാം ഫി മീസാനുൽ ഇസ്ലാം എന്ന് പറയുന്ന രചനയിൽ ഈ തരത്തിലുള്ള മുഹമ്മദ് അബ്ദുവിൻ്റെ ചിന്തകളുടെ ഒരു വ്യതിരിക്തത അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് നമുക്ക് കാണാം. അതിൽ മൂന്നാമത്തെ ആളാണ് റഷീദുള്ള. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, മുഹമ്മദ് അബ്ദുവും റഷീദുള്ളയും ചേർന്നുകൊണ്ടാണ് തഫ്സീറുൽ മനാർ തുടങ്ങുന്നത്. അദ്ദേഹം പാതി വഴി എത്തുമ്പോൾ അദ്ദേഹം അന്തരിക്കുകയും പിന്നെ റഷീദുള്ളയാണ് അത് ഏറ്റെടുക്കുന്നത്. മുഹമ്മദ് അബ്ദുവിൽ നിന്ന് റഷീദുള്ളയ്ക്കും വ്യത്യാസങ്ങളുണ്ട്. റഷീദുള്ള കുറച്ചും കൂടി ആദ്യകാല സലഫികളുടെ മെത്തഡോളജി സ്വീകരിക്കുന്ന ഒരാളായിട്ട് നമുക്ക് കൂടുതൽ കാണാം. ഇവരുടെ സോഷ്യൽ പൊളിറ്റിക്കൽ ഡിസ്കഷനുകളിൽ റഷീദുള്ള മുഹമ്മദ് അബ്ദുവിൻ്റെയും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും കാഴ്ചപ്പാട് തന്നെ പിൻപറ്റുന്ന ഒരാളാണെങ്കിൽ പോലും കുറച്ചും കൂടി ഒരു പ്രാമാണികതമായി ടെക്സ്റ്റുവലായ ഒരു മടക്കം നമുക്ക് റഷീദുള്ളയുടെ ചിന്തയിൽ കാണാം. 1935 ജനിച്ച് 1865 ജനിച്ച് 1935 മരണമടയുന്ന ആളാണ് റഷീദുള്ള. റഷീദുള്ളയുടെ ജീവിതത്തിൽ ഒരു പ്രധാന ഘടകം ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പതനം അദ്ദേഹം നേരിട്ട് കാണുന്നു എന്നുള്ളതാണ്. ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പതനം കാണുന്നതോടുകൂടി അതിനോടനുബന്ധിച്ച് പിന്നെ സംഭവിക്കുന്നതെല്ലാം എന്താണ്? ഈ തകർച്ചയുടെ മുസ്ലിം സമൂഹത്തിലുണ്ടാവുന്ന തകർച്ച, അത് വിവിധ സാമ്രാജ്യ ശക്തികൾ മുസ്ലിം സമൂഹത്തെ പകുത്തെടുക്കൽ, അതിനോടനുബന്ധിച്ച് തന്നെ അസ്സർ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പ്രധാന പണ്ഡിതന്മാരുടെ ഒരാളായ ഷെയ്ഖ് അലി അബ്ദുർ റാസിഖ്, അദ്ദേഹത്തിൻ്റെ ഇസ്ലാം വ ഉസൂലുൽ ഹുക്കും, ഇസ്ലാം ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു രചന, ഇസ്ലാം വ ഉസൂലുൽ ഹുക്കും എന്ന് പറയുന്ന രചനയിൽ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയപരമായ അടിത്തറയെ തള്ളിക്കളയുന്ന ഒരു കാഴ്ചപ്പാടാണ് മുമ്പ് വെച്ചത്. അത് അറബ് ലോകത്ത്, പ്രത്യേകിച്ച് ഈജിപ്തിൽ വലിയ വിവാദങ്ങൾക്ക് അത് കാരണമാവുന്നുണ്ട്. ഇദ്ദേഹം സിറിയയിൽ ജനിച്ച് എന്നാൽ ഈജിപ്തിലെ ചുറ്റുപാടുമുള്ള രാഷ്ട്രീയത്തിൽ വളരെ സജീവമായ സാന്നിധ്യമുള്ള ഒരാളായി ഇദ്ദേഹം മാറുന്നുണ്ട്. അൽമനാർ എന്ന് പറയുന്ന ഒരു ജേണൽ അദ്ദേഹം തുടക്കമിടുന്നു. അതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് അബ്ദുവിൻ്റെയും പിന്നീട് അദ്ദേഹത്തിൻ്റെയും പഠനങ്ങൾ കൂടുതൽ പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ മുമ്പുള്ള എല്ലാ പണ്ഡിതന്മാരെയും പോലെ തന്നെ റഷീദുള്ള അദ്ദേഹം സലഫി സ്കൂൾ ഓഫ് തോട്ട് തന്നെ പിൻപറ്റിക്കൊണ്ട് കുറച്ചും കൂടി ഒരു ടെക്സ്റ്റോൽ ആവുന്ന തരത്തിലേക്ക് സലഫു സാലിഹ്യങ്ങളുടെ അല്ലെങ്കിൽ മുൻകാല പണ്ഡിതന്മാരുടെ ഒരു മെത്തഡോളജി അദ്ദേഹം സ്വീകരിക്കുന്നത് കാണാം. മുഹമ്മദ് അബ്ദുവും ജമാലുദ്ദീൻ അഫ്ഗാനിയും തന്നെ സമർപ്പിച്ച റിഫോം, എഡ്യൂക്കേഷൻ എന്നിവ കാര്യത്തിലും അതേ നിലപാട് തന്നെ, വലിയ വ്യത്യാസമില്ലാത്ത നിലപാട് ഇദ്ദേഹവും സൂക്ഷിക്കുന്നത് കാണാം. വിദ്യാഭ്യാസവും ഇസ്ലാമിൻ്റെ വിദ്യാഭ്യാസം, അതായത് മദ്രസ സംവിധാനങ്ങളടക്കം കുറച്ചും കൂടി ആധുനികവൽക്കരിക്കേണ്ടതും അത് സാമൂഹിക സാഹചര്യങ്ങളുടെ മാറ്റമനുസരിച്ചിട്ട് അതിന് ഒരു അവബോധം മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കണമെന്നും അത് മദ്രസകളിലൂടെ സാധ്യമാകുമെന്നും റഷീദുള്ള ചിന്തിക്കുന്നത് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ രാഷ്ട്രീയപരമായ ഒരു പശ്ചാത്തലം. ആ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനമായ എൻഗേജ്മെൻറ്റ് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ തകർച്ചയാണ്. പക്ഷേ അതിനുവേണ്ടി ഉസ്മാനിയ ഖിലാഫത്തിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഘട്ടം 1900 ശേഷം ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ശക്തി നഷ്ടപ്പെടുകയും യുവതുർക്കികളുടെ കയ്യിലേക്ക് വരികയും പണ്ഡിതന്മാർ പാവകളായി മാറുകയും ചെയ്യുന്നൊരു ഘട്ടമുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ ഉസ്മാനി ഖിലാഫത്തിനെ ശക്തമായി വിമർശിക്കുന്ന ഒരാളായി അദ്ദേഹം മാറുന്നുണ്ട്. ഒട്ടോമൻ കൺസൾട്ടീവ് സൊസൈറ്റി എന്ന പേരിൽ കാഹിറയിൽ, കെയ്റോയിൽ അതിൻ്റെ തന്നെ ഒരു ഉസ്മാനികളുടെ തന്നെ ഒരു ഉണർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഫോർമേഷനിലൊക്കെയും രൂപീകരണത്തിലൊക്കെയും ഇദ്ദേഹം പങ്കെടുക്കുന്നത് കാണാം. അതിൻ്റെ പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മുഹമ്മദ് അബ്ദു, അഫ്ഗാനി എന്നിവയിൽ നിന്ന് അവരുടെ ചിന്തകളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്വതന്ത്രമായ ഒരു നിലപാട് അദ്ദേഹം വ്യത്യസ്തമായി സൂക്ഷിക്കുന്നുണ്ട്. തൻ്റെ ഉസ്താദ് കൂടിയായിരുന്ന മുഹമ്മദ് അബ്ദുൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാഴ്ചപ്പാടുകൾ അദ്ദേഹം കാണിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും മുഹമ്മദ് അബ്ദു സാമ്പ്രദായിക സലഫിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചപ്പാട് സൂക്ഷിച്ച ആളായിരുന്നത് കൊണ്ട്, എന്നാൽ കുറച്ചും കൂടി ആ ആദ്യകാല നിലപാടിലേക്ക് മടങ്ങുന്ന ഒരാളായിട്ട് നമുക്ക് കാണാം. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ അറിയേണ്ടത് കിതാബുൽ ഖിലാഫ എന്ന് പറയുന്ന രചന അദ്ദേഹം നിർവഹിക്കുന്നത്. അത് ഉസ്മാനികളുടെ ഒരു തകർച്ചയും അതിനുശേഷം ഉണ്ടാകുന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അവിടെ രൂപപ്പെട്ട ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ ശൂന്യത, ആ ഒരു പശ്ചാത്തലത്തിൽ അലി അബ്ദുൾ റാസിഖ് എന്ന് പറയുന്ന ആളുടെ ഇസ്ലാം വൗസുൽ ഹുക്ം എന്ന് പറയുന്ന രചന, ആ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ സിദ്ധാന്തത്തെ തള്ളിക്കളയുന്ന അദ്ദേഹത്തിൻ്റെ നിലപാട്, അതിന് മറുപടി എഴുതിക്കൊണ്ടാണ് കിതാബുൽ ഖിലാഫ എന്ന പേരിൽ ഇദ്ദേഹം കിതാബ് എഴുതുന്നത്. ആ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളിലൊക്കെ ചേർത്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അതേ പശ്ചാത്തലത്തിൽ തന്നെ ഇദ്ദേഹം ഫിഖ്ഹുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെയും അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരോട്, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുലിനോടൊക്കെ വ്യത്യാസം കാണിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ഞാൻ ഈ പറഞ്ഞു വരുന്ന അദ്ദേഹത്തിൻ്റെ ചിന്തകളിലെ ചില വ്യതിരിക്തതകളാണ്. ഒരേ സമയം രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയപരമായ ചിന്തകൾ സമർപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്വതന്ത്ര വ്യക്തിത്വം എന്ന നിലയിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിനോടും ജമാലുദ്ദീൻ അഫ്ഗാനോടും വ്യത്യസ്തമായ നിലപാട് മുന്നോട്ട് വെക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ റഷീദിയുള്ള മുഹമ്മദ് അബ്ദുവിനെ പോലെ അത്രത്തോളം ഒരു നാഷണലിസ്റ്റ് നിലപാടായിരുന്നില്ല. അതിന് പകരം അതിനേക്കാളും അപ്പുറം കുറച്ചും കൂടി ഒരു ആദ്യകാല മുസ്ലിം പണ്ഡിതന്മാരുടെ നിലപാട് സ്വീകരിക്കുന്നത് കാണാം. സുന്നത്തും ഹദീസിനോടും സുന്നത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം. മുഹമ്മദ് അബ്ദു ഏറെക്കുറെയൊക്കെയും ഈ അഹദ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്, ഹദീസിൻ്റെ ഒരു ഒറ്റ കണക്ഷനുള്ള ഹദീസുകളെ അങ്ങനെ പരിഗണിച്ചിരുന്ന ഒരു നിലപാടായിരുന്നില്ല. എന്നാൽ റഷീദിള്ള അതിനെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുഖ്യധാര സലഫികൾ, അതായത് പാരമ്പര്യ ട്രഡീഷണൽ സലഫികളുടെ നിലപാട് ഇദ്ദേഹം തന്നെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ ഈ സൂഫികളോടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. റഷീദിള്ള ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം സൂഫികളുമായി ചില ബന്ധങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ചയിൽ തസൂഫ് നല്ല ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അവസാന കാലഘട്ടത്തിൽ മുഹമ്മദ് അബ്ദുവിനിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചും കൂടി വളരെ ഒരു കർക്കശമായ ഒരു സൂഫി ക്രിട്ടിക്കായി അദ്ദേഹം മാറുന്നതും നമുക്ക് കാണാം. ഈ തരത്തിലാണ് ഈ പ്രധാന 3 പണ്ഡിതന്മാർ സലഫിയ, തൻവീരിയ, എൻലൈറ്റൻഡ് സലഫിസം അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സലഫിസം എന്ന ആദ്യകാലങ്ങളിൽ അറിയപ്പെടുന്ന ഈ ഒരു വിഭാഗത്തിൻ്റെ രൂപീകരണത്തിന് ഈ 3 പേരുടെ ചിന്തകളുടെ ജീവിതത്തിൻ്റെയും നല്ല സ്വാധീനം കാണാം. പിൽക്കാലത്ത് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി സലഫികൾ ഒരുപക്ഷെ ഈ ഒരു ചിന്തകളൊക്കെയും ഈജിപ്ഷ്യൻ സൊസൈറ്റിയിൽ ഇസ്ലാമിനോട് ചേർത്ത് വായിച്ചു. ഇഖ്വാൻ മുസ്ലിമൂൻ്റെ വളർച്ചയിൽ ഈ തരത്തിലുള്ള ചിന്തകളുടെ സ്വാധീനം നമുക്ക് കാണാം. അതുപോലെ തന്നെ അവിടെ ഉണ്ടായ ഇഖ്വാൻ മുസ്ലിമൂൻ അല്ലെങ്കിൽ പോലും മുസ്ലിം ഇൻ്റലക്ച്വലുകളായി അറിയപ്പെട്ട പല ആൾക്കാരുടെയും ചിന്തകളിൽ ഈ ഒരു മോഡേൺ രീതികളും റാഷണാലിറ്റിയും ഒരുപാട് നമുക്ക് വേറെയും കാണുവാൻ കഴിയും. പിന്നീട് അതിൽ നിന്ന് മാറി ഈ ഒരു ഈജിപ്ഷ്യൻ സലഫിസത്തിൻ്റെ എൻലൈറ്റൻഡ് സലഫിസം എന്നതിനേക്കാളും വ്യത്യസ്തമായി ട്രഡീഷണൽ സലഫിസത്തിനാണ് പിന്നീട് ഈജിപ്തിൽ ഒരു വലിയ സ്വാധീനം ലഭിച്ചത്. അത് നമുക്ക് നോക്കാം. അത് ഷെയ്ഖ് ഇസ്മായിൽ മുഖദ്ദിം, അതിലെ നമ്മുടെ ഈ വർക്ക്ഷോപ്പിൽ പലവട്ടം പേര് പരാമർശിക്കപ്പെട്ട ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ആ ഒരു ട്രഡീഷണൽ സലഫിസത്തിൻ്റെ പ്രധാന ഒരാളായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഭാഗമായി തന്നെയാണ് മോഡേൺ സലഫികൾ. ഈ പറയുന്നവരൊക്കെയും അധികാരത്തോട് എതിർത്ത് നിൽക്കുന്നവരായിരുന്നു, ഒരു അധിനിവേശ ശക്തികളോട് ശക്തമായിട്ട് ഒരു പ്രതിരോധം തീർത്തവരായിരുന്നു എന്നൊക്കെ അറിയാം. എന്നാൽ ഇപ്പോഴുള്ള സലഫി ഗ്രൂപ്പുകളൊക്കെയും ഭരണകൂടത്തോട് എതിര് നിൽക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരാണ്. എത്രത്തോളം എന്നാൽ അറബ് സ്പ്രിംഗ് ഉണ്ടാവുകയും അറബ് സ്പ്രിംഗ് ഉണ്ടായപ്പോൾ ഇഖ്വാൻ മുസ്ലിമിൻ്റെയും നേതൃത്വത്തിലോ അല്ലാതെയോ ഈജിപ്ഷ്യൻ ജനത ശക്തമായ ഹുസ്നി മുബാറക്കിനെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ അവിടുത്തെ ദഅവ സലഫിയ എന്നറിയപ്പെടുന്ന സലഫി വിഭാഗം അവരുടെ അനുയായികളെ ഈ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കരുതെന്ന് വിലക്കിയ, അതിനെതിരെ ഫത്വകൾ എന്ന രീതിയിൽ പോലും വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുമായിരുന്നു. പക്ഷേ സംഭവിച്ചത്
അതിനൊരു പ്രധാനപ്പെട്ട കാരണം അതൊരു ഫസാദ് ഉണ്ടാകും, അല്ലെങ്കിൽ ഭരണകൂടം ഈ ഒരു പ്രക്ഷോഭം പരാജയപ്പെട്ടാൽ കൂടുതൽ പീഡനങ്ങൾ ഈ സലഫി അനുയായികൾക്കും സംഘടനയ്ക്കും നേരിടേണ്ടി വരുമെന്ന് പറയുന്നൊരു ഭയവും കൂടി അതിലുണ്ടായിരുന്നതായി നമുക്ക് വായിച്ചറിയാൻ പറ്റും. പക്ഷെ സംഭവിച്ചത്, അറബ് സ്പ്രിങ് ഈജിപ്തിൽ വിജയിക്കുകയും അവിടെ പല രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ഇഖ്വാൻ മുസ്ലിമൂൻ്റെ നേതൃത്വത്തിൽ ഒരു പാർട്ടി രൂപീകരിക്കപ്പെടുകയും, അതായത് ഹിസ്ബുൽ തൻമിയത്ത് വൽ അദാല, അതായത് ഹിസ്ബുൽ ഹുരിയത്ത് വൽ അദാല, ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് പാർട്ടി എന്ന പേരിൽ ഇഖ്വാൻ മുസ്ലിമിൻ്റെ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തതോടുകൂടി അതുവരെ അതിനെ എതിർത്തിരുന്ന ഈ ദാവാ സലഫി എന്ന് വിളിക്കപ്പെടുന്ന സലഫി മൂവ്മെൻറ്റ് പിന്നീട് അവരുടെ തീരുമാനങ്ങൾ മാറ്റുകയും പെട്ടുടനെ തന്നെ ഹിസ്ബുൻ നൂർ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇലക്ഷനിൽ പങ്കെടുക്കുകയും രണ്ടാമത്തെ വലിയ ശക്തിയായിട്ട് ഈ ഹിസ്ബുൻ നൂർ മാറുകയും ചെയ്യുന്നത് കാണാം. എന്നാൽ അവരോട് തന്നെ വളരെ വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും മറ്റൊരു ടീം അൽ വത്തൻ എന്ന പേരിൽ 2013 തന്നെ അവർക്കിടയിൽ വിള്ളലുണ്ടായി വേറൊരു പുതിയ ടീം ഉണ്ടാവുന്നതും കാണാം. ഇപ്പോൾ ഇഖ്വാൻ മുസ്ലിമൂനെ ബാൻ ചെയ്യപ്പെട്ടെങ്കിലും സലഫികൾ ഇപ്പോൾ ബാൻ ചെയ്യപ്പെട്ടിട്ടില്ല. അവർ സിസിയുമായി തന്നെ പല രീതിയിൽ അബ്ദുൽ ഫത്താഹ് സിസിയുമായി അവരുടെ ഭരണത്തിൽ പല രീതിയിൽ പങ്കുവെക്കുന്നത് പോലും നമുക്ക് കാണാം. എത്രത്തോളം നോക്കുക, ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ മുതലെടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാട് അവർ മാറുന്നു. അവരുടെ പാരമ്പര്യ സലഫി മെൻഹജുകൾ കീപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്നാൽ വളരെ അക്രമിയായ അതോറിറ്റേറിയനായ ഒരു ഭരണാധികാരിയോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് ഇപ്പോഴും സ്വീകരിക്കുന്നത് നമുക്ക് കാണാം. ഇതാണ് ഇപ്പോൾ ഈജിപ്തിൽ സലഫി വിഭാഗങ്ങൾക്ക് പ്രധാനമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മറ്റൊന്നും കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു ഇസ്ലാഹി അല്ലെങ്കിൽ സലഫി മൂവ്മെൻറ്റിൻ്റെ തുടക്കത്തിന് കാരണക്കാർ ഒരുപക്ഷെ ഈ 3 പണ്ഡിതന്മാർ തന്നെയാണ്. നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു ടോക്കിൽ, ഒരു പ്രഭാഷണത്തിൽ അത് പ്രത്യേകം സംസാരിക്കുന്നതായിരിക്കും. കേരളീയ സലഫി മൂവ്മെൻറ്റിനെ കുറിച്ച് പ്രത്യേകം സംസാരിക്കുന്നതായിരിക്കും. എന്നാലും ഈ ഒരു ചിന്ത, ഈജിപ്ഷ്യൻ സലഫിസത്തിൻ്റെ വരവാണ് കേരളത്തിലെ തന്നെ മുസ്ലിങ്ങളുടെ നവോത്ഥാനത്തിൻ്റെ പ്രധാന കാരണം എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയിലൂടെ, സനാഉല്ലാ മക്തി തങ്ങളിലൂടെ, ഹമദാനി തങ്ങളിലൂടെ അത് കേരളത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അവരുടെ ചിന്തകൾ ഇവിടുത്തെ അധിനിവേശ വിരുദ്ധ ചിന്തകൾക്ക് കാരണമായിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിലെ റിഫോമിന് കാരണമായിട്ടുണ്ട്. മനാർ എന്ന് പറയുന്ന ഒരു മാഗസിൻ പോലും കേരളത്തിൽ വരുന്നതും ആ ഒരു പദപ്രയോഗങ്ങളെല്ലാം ഈജിപ്ഷ്യൻ കണക്ഷനാണെന്ന് നമുക്കറിയാം. കേരളത്തിലുള്ള പണ്ഡിതന്മാർ അൽ മനാറിൽ തങ്ങളുടെ ലേഖനങ്ങൾ എഴുതുക, എത്രത്തോളം എന്നാൽ മൗലാന മൗദൂദിയുടെ ലേഖനങ്ങൾ പോലും അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മനാറിൽ പബ്ലിഷ് ചെയ്യുന്ന കഥ പോലും ആദ്യകാല ഇസ്ലാഹി പണ്ഡിതന്മാരിൽ നമുക്ക് കാണാം. അത്രത്തോളം കേരളത്തിലെ പണ്ഡിതന്മാർ ഈജിപ്ഷ്യൻ സലഫി സ്ട്രീമുമായിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്ത ഒരു ഘട്ടവും കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അത്രത്തോളം ഈജിപ്ഷ്യൻ സലഫിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ആധുനിക നവോത്ഥാനത്തെക്കുറിച്ചും അധിനിവേശ വിരുദ്ധതയെക്കുറിച്ചും കൊളോണിയൽ വിരുദ്ധ സമീപനങ്ങളെക്കുറിച്ചും, എന്നാൽ ആധുനിക വിദ്യാഭ്യാസത്തെയും സ്ത്രീകളുടെ പൊതുരംഗ പ്രവേശനത്തെയും, അത് പള്ളിപ്രവേശനം അതിനൊരു ഭാഗം മാത്രമാണ്, പൊതുപ്രവേശനം, വിദ്യാഭ്യാസം, അവരുടെ സാമൂഹിക ഇടപെടലുകൾ, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, ഒരു മദ്രസകൾ, അതുപോലെ തന്നെ മദ്രസകളിൽ നിന്ന് തുടങ്ങി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, അറബിക് കോളേജുകൾ, ഇസ്ലാമിക കോളേജുകൾ എന്ന് തുടങ്ങിയ കാഴ്ചപ്പാടുകളൊക്കെയും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനും കൂടായാണ്. ഇതൊക്കെയും അത് ഈജിപ്ഷ്യൻ സലഫിസത്തിൻ്റെ ചിന്തയുടെ ഭാഗമായിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ മലയാള വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, അറബിയുടെ പഠനം, ഇതൊക്കെയും വളരെ അധികം കേരളത്തിൽ സ്വാധീനം തേടിയതെല്ലാം അത് ഈജിപ്ഷ്യൻ സലഫിസത്തിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ സ്വാധീനവും കൂടിയിട്ടാണ് തിരിച്ചറിയുമ്പോഴാണ് ലോകതരത്തിൽ അസലഫിയ തൻവീരിയ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇത്രയും പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.